Exercise 4.2, question number 2. Solve the following situations mathematically. First one, John and Jivanti together have 45 marbles. അതായത് ജോണിൻ്റെയും ജിവന്തിയുടെയും കൂടി കയ്യിലായിട്ട് ടോട്ടൽ 45 മാർബിൾസ്. ജോണിൻ്റെ കയ്യിൽ എത്രയുണ്ട്, ജിവന്തിയുടെ കയ്യിൽ എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. ടോട്ടൽ ദേ ഹാവ് 45 മാർബിൾസ്. Then both of them lost 5 marbles each. അവരുടെ കയ്യിൽ ഇപ്പോൾ എത്രയുണ്ടോ അതിൽ നിന്ന് 5 മാർബിൾസ് വെച്ചിട്ട് നഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് അറിയില്ല എന്താണ്. അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജോണിൻ്റെ കയ്യിൽ എക്സ് എടുത്തു. അപ്പോൾ ജിവാന്തിയുടെ കയ്യിൽ മൊത്തം 45 മാർബിൾ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരാളുടെ കയ്യിൽ 10 മാർബിളാണ് ഉള്ളത്. രണ്ടുപേരുടെയും കൂടി കയ്യിൽ ടോട്ടൽ 45 ഉണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ 10 ഉണ്ടെങ്കിൽ മറ്റേയാളുടെ കയ്യിൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 45-ൽ നിന്ന് 10 കുറച്ചാൽ മതി. അപ്പോൾ 35 കിട്ടും. അതായത് ജോണിൻ്റെ കയ്യിൽ എക്സ് മാർബിൾസ് ഉണ്ട് നമ്മൾ എടുത്തെങ്കിൽ ജിവാന്തിയുടെ കയ്യിൽ എടുക്കേണ്ടത് 45 മൈനസ് എക്സ്. കാരണം ടോട്ടൽ എക്സ് മാർബിൾ 45 മാർബിൾസ് അല്ലേ. അപ്പോൾ ഒരാളുടെ കയ്യിൽ എക്സ് മാർബിളും ജിവാന്തിയുടെ കയ്യിൽ 45 മൈനസ് എക്സും. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ both of them lost 5 marbles each. ഇപ്പോൾ ജോണിൻ്റെ കയ്യിൽ എക്സ്, ജിവാന്തിയുടെ കയ്യിൽ 45 മൈനസ് എക്സ്. ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലുള്ള മാർബിൾസിൽ നിന്ന് 5 മാർബിൾസ് വെച്ച് നഷ്ടപ്പെട്ടു. അതായത് ജോണിൻ്റെ കയ്യിൽ എക്സ് മാർബിൾ ഉണ്ട്, അതിൽ നിന്ന് 5 നഷ്ടപ്പെട്ട എക്സ് മൈനസ് 5. ജിവാന്തിയുടെ കയ്യിൽ 45 മൈനസ് എക്സ് മാർബിൾസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 5 നഷ്ടപ്പെട്ട 45 മൈനസ് എക്സ് മൈനസ് 5. അതായത് 45-ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 40 മൈനസ് എക്സ് ആണ് ജിവാന്തിയുടെ കയ്യിലുള്ള മാർബിൾസിൻ്റെ എണ്ണവും. ഇപ്പോൾ ജോണിൻ്റെ കയ്യിൽ എക്സ് മൈനസ് 5ഉം ജിവാന്തിയുടെ കയ്യിൽ 40 മൈനസ് എക്സും. ദെൻ ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പർ ഓഫ് മാർബിൾസ് ദേ നൗ ഹാവ്. 5 മാർബിൾസ് വെച്ച് നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള മാർബിൾസിൻ്റെ എണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് എടുത്താൽ 124 കിട്ടുന്നു. അതായത് എക്സ് മൈനസ് 5ഉം പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇൻറ്റു ചെയ്യുക. 40 മൈനസ് എക്സും കൂടി ഇൻറ്റു ചെയ്താൽ 124 കിട്ടും. അങ്ങനെയെങ്കിൽ ജോണിൻ്റെ കയ്യിൽ എത്ര, ജിവാന്തിയുടെ കയ്യിൽ എത്ര മാർബിൾസ് ഉണ്ടായിരുന്നു? നമുക്ക് എക്സും 45 മൈനസ് എക്സും കണ്ടുപിടിക്കണം. ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് നാം തന്നിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു 40 40x, x into negative x square, negative 4 into positive 40, negative 200, negative into negative positive 5 into x 5x 124. അങ്ങനെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ പവർ കൂടിയൊക്കെ നമ്മൾ ആദ്യം എഴുതുക. ഒരു അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഇതാ എക്സ് സ്ക്വയറിൻ്റെ ടേം ഞാൻ ആദ്യം എഴുതി, നെഗറ്റീവ് എക്സ് സ്ക്വയർ. പിന്നെ എക്സിൻ്റെ ടേം എഴുതാൻ വേണ്ടി ഇവിടെ 40x ഉണ്ട്, ഇവിടെ 5x ഉണ്ട്. 40xും പോസിറ്റീവാണ്, 5xും പോസിറ്റീവാണ്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 45x. ബാക്കി മൈനസ് 200 അങ്ങനെ എഴുതി. ഈ 124നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ മൈനസ് 124 ആയി ഈസ് ഈക്വൽ ടു 100 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ആദ്യം നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ടേം തന്നെ നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് മാറ്റാൻ വേണ്ടി ഈ ഹോൾ ഇക്വേഷനെ അങ്ങോട്ട് ഒരു -1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എല്ലാത്തിൻ്റെയും സൈൻ മാറും. നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആകും, പോസിറ്റീവായിട്ടുള്ള എല്ലാം നെഗറ്റീവ് ആവും. അതുപോലെ പ്ലസ് 200 പ്ലസ് 124 എന്ന് കിട്ടും ഇസ് ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ മൈനസ് 45x 200 പ്ലസ് 124 324 ഇസ് ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് കിട്ടിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ഇത് സോൾവ് ചെയ്യണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആയ 1 ഇൻറ്റു നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേം പോസിറ്റീവ് ആണ്, അപ്പോൾ 324. അപ്പോൾ 324 കിട്ടും. ഇനി 324ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഇനി 324ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് 324 ഇത്തിരി വലിയ നമ്പർ ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. 324നെ 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1ഉം 324ഉം 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 162 കിട്ടും. അപ്പോൾ 2ഉം 162 ഒരു ഫാക്ടറാണ്. 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 81 കിട്ടും. 4ഉം 81ഉം. അതുപോലെ ഞാൻ കുറച്ച് ഫാക്ടേഴ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഇനി ഇതിൽ നമുക്ക് 45 സബ്ട്രാക്ട് ചെയ്താലോ ആഡ് ചെയ്താലോ 45 എന്നുള്ളൊരു നമ്പർ കിട്ടണവരെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം. ഞാൻ എന്താ ഇവിടെ 9 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 36 കിട്ടി. അതായത് 36നോട് 9 ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് ഈ 45. അപ്പോൾ എനിക്കിതാ 9ഉം 36ഉം തമ്മിൽ 45 ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് എടുക്കേണ്ട പെയർ 9ഉം 36. ഇനി നമുക്ക് ആഡ് ചെയ്താലാണ് ഇവിടെ 45 കിട്ടുക. 45 നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ടിനും നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മാത്രമേ ആഡ് ചെയ്താൽ നെഗറ്റീവും ഇൻറ്റു ചെയ്താൽ പോസിറ്റീവും കിട്ടുള്ളൂ. അപ്പോൾ ഇനി 45ന് പകരം നമുക്ക് 9x-ഉം 36x-ഉം എഴുതാം. സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഇതിനെ പെയർ ചെയ്യാം. കോമൺ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ നിന്ന് എക്സ് പുറത്തേക്ക് എടുക്കുക, x - 9 വരും. ഇനി ഇവിടെ നോക്കി 36 ഉണ്ട്. 36 × 9 അല്ലേ 324. അപ്പോൾ ഇതിൽ രണ്ടിലും 36ന്റെ പ്രസൻസ് ഉണ്ട്. ഇവിടെ ഒരു നെഗറ്റീവും ഇവിടെ ഒരു പോസിറ്റീവും ആയതുകൊണ്ട് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് നെഗറ്റീവിന് ഔട്ട് സൈഡ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നെഗറ്റീവ് 36ന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇങ്ങനെ വരും. സെയിം ടേം തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി x - 9 ഒരെണ്ണം പുറത്തേക്ക് എടുത്തു, x - 36 എടുത്ത് എഴുതി. രണ്ടിനും 0 ഇക്വേറ്റ് ചെയ്ത് എക്സിനും 9ഉം കിട്ടും 36ഉം കിട്ടും. ഇപ്പം നമുക്ക് എക്സിന് 9ഉം കിട്ടി, എക്സിന് 36ഉം കിട്ടി. എന്തായിരുന്നു നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്? എക്സ് എന്ന് പറഞ്ഞാൽ ജോണിൻ്റെ കയ്യിലുള്ള മാർബിൾസിൻ്റെ എണ്ണമാണ് എക്സ് ആയിട്ട് എടുത്തത്. അപ്പം എക്സിന് 2 വാല്യൂ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 കേസ് കണ്ടുപിടിക്കാം. അതായത് എക്സ് 9 ആണെങ്കിൽ ജോണിൻ്റെ കയ്യിൽ 9 മാർബിൾസും ജിവാന്തയുടെ കയ്യിൽ 45 - x അല്ലേ, അതായത് 45 - 9 കണ്ടുപിടിക്കുക. അതായത് 36 കിട്ടും. എക്സ് 9 ആണെങ്കിൽ ജോണിൻ്റെ കയ്യിൽ 9ഉം ജിവാന്തയുടെ കയ്യിൽ 36ഉം. ഇനി എക്സ് 36 ആണെങ്കിൽ ജോണിൻ്റെ കയ്യിൽ 36ഉം ജിവാന്തയുടെ കയ്യിൽ 45 - x, അതായത് 45 - 36, അതായത് 9ഉം വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക. Second question, a cottage industry produces a certain number of toys in a day. ഒരു കോട്ടേജ് ഇൻഡസ്ട്രി ഒരു ദിവസം ഒരു പർട്ടിക്കുലർ നിശ്ചിത എമൗണ്ട് ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ് ചെയ്യും. എത്രയാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇനി the cost of production of each toy in rupees was found to be 55 minus the number of toys produced in a day. അതായത് ഒരു ടോയ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ദിവസത്തെ ചാർജ്, ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് ഞാൻ ഷോർട്ടായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ടോയ്, ഒരു ടോയ് ഓരോ ടോയ്ക്കും ഉണ്ടാവുന്ന എടുക്കുന്ന കോസ്റ്റ് ഇൻ എ ഡേ, ഒരു ദിവസത്തെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 55 മൈനസ് നമ്പർ ഓഫ് ടോയ്സ് ഇൻ എ ഡേ. ഒരു ദിവസം എത്ര ടോയ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നോ അതിൻ്റെ എണ്ണത്തിനെ 55ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഒരു ദിവസം ഒരു ടോയ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് വരുന്ന കോസ്റ്റ്. ഇനി വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും വെച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അസ്യൂം ചെയ്യാം. അതായത് നമുക്ക് അറിയില്ല ഒരു ദിവസം ആ കമ്പനി, ആ ഒരു ഇൻഡസ്ട്രി എത്ര ടോയ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയില്ല. അപ്പം അതിന് ഞാൻ എക്സ് ആയിട്ട് എടുക്കുവാണ്. ലെറ്റ് ഇറ്റ് ബി എക്സ്. എക്സ് നമ്പർ ഓഫ് ടോയ്സ് ആണ് ആ കമ്പനി ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങനെയെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ വരുന്ന വ്യത്യാസം എന്തായിരിക്കും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ടോയ് ഇൻ എ ഡേ. ഒരു ദിവസം ഒരു ടോയ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് ഉണ്ടാവുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 55 മൈനസ് നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡേ. നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡേ നമ്മൾ എക്സ് എടുത്തിട്ടില്ലേ? അപ്പം നമുക്ക് ഇതിന് പകരം ഇനി എന്ത് എഴുതാം? എക്സ് എഴുതാം. 55 മൈനസ് എക്സ് ആണ് ഒരു ദിവസം ഒരു ടോയ് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് വരുന്ന കോസ്റ്റ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഓൺ എ ഡേ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വാസ് 750. അതായത് ഏതോ ഒരു ദിവസം ടോട്ടൽ കോസ്റ്റ് അവർക്ക് 750 റുപ്പീസ് വന്നു. അതായത് എല്ലാ ടോയ്സ്, ഈ എക്സ് ടോയ്സിൻ്റെയും കൂടി പ്രൊഡക്ഷൻ്റെ കോസ്റ്റാണ് 750 റുപ്പീസ് അവർക്ക് വന്നത്. അങ്ങനെയെങ്കിൽ എത്രയാണ്? വി വുഡ് ലൈക്ക് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദാറ്റ് ഡേ. ആ ഡേയിൽ എത്ര ടോയ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. അപ്പം അതിനായിട്ട് നമുക്കറിയാം, ഇപ്പോൾ 10 ടോയ്സ് ആണ് ഒരു ദിവസം ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സിന് വരെ നിങ്ങൾ വാല്യൂ ഇട്ട് 10 അസ്യൂം ചെയ്ത് നോക്കിക്കേ. ഒരു ദിവസം
ഈ ഒരു ഇൻഡസ്ട്രി 10 ടോയ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഒരു ടോയ്ക്ക് എത്ര രൂപ എടുക്കും? ഒരു ടോയ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 55 മൈനസ് 10, അതായത് ഫോർ 1 ടോയ് ഒരു ടോയ്ക്ക് 55 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 45. മൊത്തം 10 ടോയ്സ്, ഒരു ടോയ്ക്ക് 45 റുപ്പീസ് എടുക്കും. അങ്ങനെയെങ്കിൽ അന്നത്തെ ദിവസം ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര ടോയ്സ് ഇൻറ്റു ഒരു ടോയുടെ കോസ്റ്റ്. ഇനിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 450 കണ്ടുപിടിക്കാം. ഈ സിറ്റുവേഷനിൽ എന്താണ്, ഈ 10ന് പകരം എക്സും 45ന് പകരം 55 മൈനസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഇൻറ്റു 55 മൈനസ് എക്സ്. എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ ആ ദിവസം അവർക്ക് ടോട്ടൽ കോസ്റ്റ് വന്നത് 750 റുപ്പീസ്. അതായത് ഇക്വേറ്റ് ചെയ്യുക, ടോട്ടൽ കോസ്റ്റിന് പകരം 750 റുപ്പീസ് ഇക്വേറ്റ് ചെയ്യുക. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിൽ നിന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചെടുക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് ഇൻറ്റു 55 എക്സ്, എക്സ് ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയർ. ഈ 750 അങ്ങോട്ട് കൊണ്ട് അപ്പോൾ മൈനസ് 750i ഇസ് ഈക്വൽ ടു 0. ഇനി ആദ്യം എക്സ് സ്ക്വയറിന് ടേം എഴുതി, പിന്നെ എക്സ് ടേം എഴുതി, പിന്നെ കോൺസ്റ്റന്റ് ടേം എഴുതി. ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേം നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഹോൾ ഇക്വേഷനെ നെഗറ്റീവ് വെച്ച് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് എല്ലാ സൈനും ഓപ്പോസിറ്റ് ആവും. നെഗറ്റീവ് പോസിറ്റീവ് ആവും, പോസിറ്റീവ് എല്ലാം നെഗറ്റീവ് ആവും. അപ്പോൾ എക്സ് സ്ക്വയർ ഇത് നെഗറ്റീവായി, ഇത് പോസിറ്റീവായി. ഇതാണ് നമുക്ക് കിട്ടിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ഇത് സോൾവ് ചെയ്യണം. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ഇൻറ്റു കോൺസ്റ്റന്റ് ടേം പോസിറ്റീവ് 750. അപ്പോൾ നമുക്ക് 750 കിട്ടും. ഇനി 750യുടെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 55 കിട്ടുന്നത് 25ഉം 10ഉമാണ്. 25ഉം 30യും 25നോട് 30 ആഡ് ചെയ്താൽ എനിക്ക് 55 കിട്ടും. 55ൻ്റെ സൈൻ നോക്കുക, നെഗറ്റീവ് ആണ്. അപ്പോൾ ആഡ് ചെയ്താൽ നെഗറ്റീവ് കിട്ടണമെങ്കിൽ രണ്ടിനും നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് 750യും കിട്ടും. ഇനി നമുക്ക് നെഗറ്റീവ് 55 എക്സിന് പകരം 25ൻ്റെയും 30യുടെയും ടേംസിൽ എഴുതാം. ഇത് സോൾവ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ടേംസിൽ എഴുതി കഴിഞ്ഞു. ഇനി എക്സ് സ്ക്വയർ ഇവിടെ നിന്ന് നമ്മൾ കോമൺ ടേം പുറത്തേക്ക് എടുക്കുമ്പോൾ എക്സ് മൈനസ് 25 വരും. ഇവിടെ നോക്കിക്കുക, ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് 30യെ പുറത്തേക്ക് എടുക്കാം. ബാക്കി എക്സ് 30 ഇൻറ്റു 25 ആണ് 750. അപ്പോൾ നെഗറ്റീവ് 25 എഴുതാം ഇസ് ഈക്വൽ ടു 0. ഇപ്പോൾ രണ്ട് ടേംസും അതുപോലെ വന്നിട്ടുണ്ട്. എക്സ് മൈനസ് 25ഉം എക്സ് മൈനസ് 30യും ഇസ് ഈക്വൽ ടു 0. ഇനി ഇത്രയും ചെയ്യാണ്ട് തന്നെ നിങ്ങൾ ഈ ചെയ്തിട്ടുള്ളത് ശരിയാണോ? ആക്ച്വലി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഈ മെത്തേഡ്സ് എല്ലാം, ഈ സ്റ്റെപ്പ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ തന്നെ നമുക്ക് ഈ ഇക്വേഷൻ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്യാതെ ഇവിടെ നിന്ന് ഡയറക്റ്റ് എഴുതാം. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നെഗറ്റീവ് 25ഉം നെഗറ്റീവ് 30യുമാണ്. അതായത് എക്സ് മൈനസ് 25 ഇസ് ഈക്വൽ ടു 0, എക്സ് മൈനസ് 30 ഇസ് ഈക്വൽ ടു 0. ഇനി 25ഉം 30യും പോസിറ്റീവ് ആണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഫാക്ടേഴ്സ് എങ്കിൽ നമുക്ക് അവരെ എക്സ് പ്ലസ് 25 എന്നും എക്സ് പ്ലസ് 30 എന്നും എഴുതാം. ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഇക്വേഷൻ എഴുതാൻ പറ്റുന്നതാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ളത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു മെത്തേഡ് ഞാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞത്. കോമ്പറ്റേറ്റീവ് എക്സാംസ് അതുപോലെയുള്ള എക്സാമുകൾക്കൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി ഇത്രയും സ്റ്റെപ്പ് ഒന്നും ചെയ്യാതെ ഈ ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഈ സ്റ്റെപ്പ് എഴുതി വാല്യൂസ് കണ്ടുപിടിക്കാം. അപ്പോൾ 0 ഇക്വേറ്റ് ചെയ്യുക. എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് 25, എക്സ് ഇസ് ഈക്വൽ ടു 0 പ്ലസ് 30, എക്സ് ഇസ് ഈക്വൽ ടു 25, എക്സ് ഇസ് ഈക്വൽ ടു 30. അതായത് ഈ എക്സ് എന്താ, നമ്മുടെ നമ്പർ ഓഫ് ടോയ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ ഡേ. ആ ഡേയിൽ, ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ എത്ര ടോയ്സ് പ്രൊഡ്യൂസ് ചെയ്തത് 25ഉം ആകാം 30യും ആകാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 25 ഓർ 30.